സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ. ഐ ആം നോട്ട്. ലോകത്തെ മേൽകീഴ് മറിക്കാൻ പോകുന്ന പവറാണ് ഗോസ്പൽ. ഇറ്റ് ഈസ് എ പവർ ദാറ്റ് ഈസ് ഗോയിങ് ടു ടേൺ ദ വേൾഡ് അപ്സൈഡ് ഡൗൺ. പവർ. റോമാലേഖനത്തിന്റെ 2-ാമത്തെ അധ്യായം, അത് നമ്മളൊന്ന് തുടങ്ങിയിരുന്നു. നമുക്ക് മുന്നോട്ട് പോകാം. റോമാലേഖനത്തിന്റെ 2-ാമത്തെ അധ്യായം. 1-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിച്ച വാക്കാണ് അവർ. ആരാണ് അവർ? 2-ാം അധ്യായത്തിലോ നീ ആര് തന്നെയായാലും, നിങ്ങൾ ആര് തന്നെയായാലും. അപ്പോൾ 2-ാം അധ്യായം പ്രധാനമായും ആരെക്കുറിച്ചുള്ള അധ്യായമാണ്? യഹൂദരെ കുറിച്ചുള്ളതാണ്. 1-ാം അധ്യായം വിജാതീയരെ കുറിച്ചുള്ളതായിരുന്നെങ്കിൽ 2-ാം അധ്യായം യഹൂദരെ കുറിച്ചുള്ളതാണ്. യഹൂദരെന്ന് പറയുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരെയും നമുക്ക് ബാധകമായ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് 2-ാം അധ്യായം. നമുക്കതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വായിക്കാം. അല്ലയോ മനുഷ്യ, നീ ആര് തന്നെ ആയാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല. അപരനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത്. എന്തെന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു. അപ്രകാരം പ്രവർത്തിക്കുന്നവരുടെ മേലുള്ള ദൈവത്തിൻ്റെ വിധി ന്യായയുക്തമാണെന്ന് നമുക്ക് അറിയാം. ഇവിടെ ആരാണ് വിധിച്ചത്? യഹൂദരാണ് വിധിച്ചത്. ആരെയാണ് വിധിച്ചത്? വിജാതീയരെ. അപ്പോൾ വിജാതീയരെ ഈ കുറ്റങ്ങളെല്ലാം ചെയ്യുന്നു എന്ന് പറഞ്ഞ് യഹൂദര് തങ്ങളുടെ ഹൃദയത്തിൽ മറ്റുള്ളവരെ വിധിക്കുമ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, നീ ആര് തന്നെ ആയാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണം ഇല്ല. നമ്മൾ ആരെ കുറ്റപ്പെടുത്തിയാലും നമ്മൾ അതേ മാനദണ്ഡം അനുസരിച്ച് വിധിക്കപ്പെടും. അങ്ങനെയാണ് ഈശോ പറഞ്ഞത്. നീ വിധിക്കുന്ന വിധിയാൽ നീ വിധിക്കപ്പെടും. നീ അളക്കുന്ന അളവ് കൊണ്ട് നിനക്ക് അളന്ന് കിട്ടും അല്ലേ? അങ്ങനല്ലേ ഇത്? അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ദൈവത്തെ അനുസരിക്കുന്ന മക്കള് വിധിക്കാൻ നമുക്ക് അധികാരം ഇല്ല. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതിനെ തെറ്റിന് കൂട്ടുനിൽക്കുന്നതല്ലത്. വിധിക്കാൻ അധികാരമില്ലെന്ന് പറയുമ്പോൾ തെറ്റിന് കൂട്ടുനിൽക്കുന്നതല്ല. ഈശോ എന്താ പറഞ്ഞത്? നിന്റെ സഹോദരൻ ഒരു തെറ്റ് ചെയ്യാൻ ഇടയായാൽ എന്ത് ചെയ്യണം? നാട്ടിൽ മൊത്തം പറഞ്ഞുകൊണ്ട് നടക്കണം, വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കണം, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടണം, ഇടവകയുടെ ഗ്രൂപ്പിലിട്ട് അയാളെ ആക്ഷേപിക്കണം. ആണോ? മറിച്ച് നിന്റെ സഹോദരൻ ഒരു തെറ്റ് ചെയ്യാൻ ഇടയായാൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ അവനെ ആ തെറ്റ് ബോധ്യപ്പെടുത്തണം. ഇപ്പോൾ ഒരാളൊരു തെറ്റ് ചെയ്താൽ, ഒരു കുടുംബം ഒരു തെറ്റ് ചെയ്താൽ വിധിക്കരുതെന്ന് പറയുമ്പോൾ തെറ്റിന് കൂട്ടുനിൽക്കുക എന്നല്ല, ആ തെറ്റ് അവരെ ബോധ്യപ്പെടുത്തണം. ഇതാണ് ക്രിസ്തീയമായ ജീവിത രീതി. ഇനി നിന്നെ അവർ കേൾക്കാൻ തയ്യാറാകുന്നില്ലെങ്കിലോ എന്ത് ചെയ്യണം? അവനെ പിടിച്ച് 4 ആട്ടി കൊടുക്കണം. ആണോ? പിന്നെന്താണ്? നിന്നെ അവർ കേൾക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? 2-3 സാക്ഷികളെ കൂട്ടി ഓരോ വാക്കും സ്ഥിരീകരിക്കാൻ 1-2 സാക്ഷികളുമായിട്ട് പോയി അത് ബോധ്യപ്പെടുത്തണം. ഇനി അവരെയും അനുസരിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? സഭയോട് പറയണം. സഭയും അനുസരിക്കുന്നില്ലെങ്കിൽ വിജാതീയനെ പോലും ചുങ്കക്കാരനെ പോലെയും ആയിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ ആ കാര്യത്തിൽ അഭിപ്രായം പറയാൻ നിൽക്കണ്ട, പിന്നെ അതിന് വിട്ടേക്കുക എന്നാണ്. അല്ലാതെ അവരെ തള്ളിക്കളയുക എന്നുള്ളതല്ല. പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയാൻ നിൽക്കണ്ട, അതാണ് പറയുന്നത്. അപ്പം ഇതാണ് ക്രിസ്തീയമായ തിരുത്തലിൻ്റെ മാനദണ്ഡം. വിധിക്കാൻ നമുക്ക് അധികാരം ഇല്ല. അല്ലയോ മനുഷ്യ, നീ ആര് തന്നെയാണെങ്കിലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല. വിധിക്കുന്ന നീയും അതേ തെറ്റ് തന്നെ ചെയ്യുന്നു. അടുത്ത വാക്യം. അപ്രകാരം പ്രവർത്തിക്കുന്നവരുടെ മേലുള്ള വിധി ന്യായയുക്തമാണെന്ന് നമുക്ക് അറിയാം. എപ്രകാരം പ്രവർത്തിക്കുന്നവരുടെ മേൽ? മറ്റുള്ളവരെ വിധിക്കുകയും അതേ സമയത്ത് അതേ തെറ്റുകൾ അവർ തന്നെ ചെയ്യുകയും ചെയ്യുമ്പോൾ അവരുടെ മേലുള്ള ദൈവത്തിൻ്റെ വിധി ന്യായവും യുക്തവുമാണെന്ന് നമുക്ക് അറിയാം. അടുത്ത വാക്യം. ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരെ വിധിക്കുകയും എന്നാൽ
അവ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമെന്ന് നീ വിചാരിക്കുന്നുവോ? അതായത് നമുക്ക് നമ്മുടെ മനസ്സിനൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മൾ പറയും ദൈവം ചോദിച്ചോളൂ, ദൈവം ചോദിച്ചോളൂ. ആരുടെ കാര്യത്തിൽ? നീ ചെയ്ത തെറ്റിന് നിന്റെ കാര്യത്തിൽ. അതേ തെറ്റ് ഞാൻ ചെയ്യുമ്പോഴോ ദൈവം എന്നോട് ക്ഷമിക്കും. ഇങ്ങനൊരു ഡബിൾ ഗെയിം കളിക്കുന്ന മനസ്സാണ് മനുഷ്യൻ്റെ മനസ്സ്. ഡബിൾ ഗെയിം. നീ തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയും എന്താണ്? ദൈവം കാണുന്നുണ്ടാ, ദൈവം ചോദിച്ചോളൂ. അതേ തെറ്റ് ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സ് എന്നോട് എന്ത് പറയും? സാരമില്ല, ദൈവം ക്ഷമിക്കും. ഈ ഡബിൾ ഗെയിം നമ്മുടെ ഉള്ളിലുണ്ട്, ഈ ഡബിൾ ഗെയിം. അപ്പോൾ ഇത്തരം തെറ്റ് ചെയ്യുന്നവരെ വിധിക്കുകയും അതേ സമയത്ത് അതേ തെറ്റുകൾ ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യ, ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുമെന്ന് നീ വിചാരിക്കുന്നുവോ? അടുത്ത വാക്യം. അതോ അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസാരമാക്കുകയാണോ ചെയ്യുന്നത്? അതോ അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസാരമാക്കുകയാണ്. കാത്തലിക് കാറ്റക്കിസത്തിൽ ഒരു പാപമുണ്ട്. പാപത്തിൻ്റെ കണക്ക് പറയുമ്പോൾ ഒരു പാപമുണ്ട്. ആ പാപം ഇതാണ്: സിൻ ഓഫ് പ്രിസംഷൻ. സിൻ ഓഫ് പ്രിസംഷൻ. അതെന്താണ്? ശ്രദ്ധിക്കുക. അതായത് ദൈവം എന്നോട് ക്ഷമിക്കും എന്ന് പറഞ്ഞ് പാപത്തിൽ ജീവിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് സിൻ ഓഫ് പ്രിസംഷൻ. അതായത് ദൈവം എന്നോട് ക്ഷമിക്കും, ദൈവം എന്നോട് ക്ഷമിക്കും, അതുകൊണ്ട് എനിക്ക് ഈ തെറ്റ് ഞാൻ ചെയ്താലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നതാണ്. ദൈവത്തിൻ്റെ കരുണയെ നിസാരമായിട്ടെടുക്കുന്ന പാപത്തിൻ്റെ പേരാണ് സിൻ ഓഫ് പ്രിസംഷൻ. ഇത് അനേകരിലുണ്ട്, നമ്മളിൽ അനേകം പേരിലുണ്ട്. മനസ്സിലായോ? ഇപ്പോൾ ഒരാൾ പറയുകയാണ്, ആഗസ്തീനോസ് 36-ാമത്തെ വയസ്സിലാണ് മാനസാന്തരപ്പെട്ട് വിശുദ്ധനായത്. ഈജിപ്തിലെ മേരി 40 കൊല്ലം പാപം ചെയ്തിട്ടാണ് വിശുദ്ധയായിട്ട് മാറിയത്. അതുകൊണ്ട് ഞാനും എന്ത് ചെയ്യാം? ഒരു 10-40 കൊല്ലം വ്യഭിചാര ജീവിതം നയിച്ചിട്ട് വിശുദ്ധനായിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ ആ പാപത്തിൻ്റെ പേരാണ് എന്ത്? സിൻ ഓഫ് പ്രിസംഷൻ. ഞാൻ ഈ പാപം ചെയ്യാൻ കുഴപ്പമില്ല, അത് കഴിഞ്ഞൊന്ന് കുമ്പസാരിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്നതാണ് സിൻ ഓഫ് പ്രിസംഷൻ. ഇതെന്താണ്? ഇതാണ് വചനം പറയുന്നത്: ദൈവത്തിൻ്റെ കരുണയും ക്ഷമയും സഹിഷ്ണുതയും നീ നിസാരമാക്കുകയാണോ? വായിക്ക്. ദൈവത്തിൻ്റെ ഈ വചനം കൂടെ മാറ്റണ്ട, അത് അവിടെ കിട്ടിക്കിട്ട്. അതോ അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസാരമാക്കുകയാണോ ചെയ്യുന്നത്? അടുത്ത വാക്യം. നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് അപ്പൊ ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യം എന്താണ്? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? 5. എന്നാൽ ദൈവത്തിൻ്റെ നീതിയുക്തമായ വിധി വെളിപ്പെടുന്ന ദിനത്തിലേക്ക്, ക്രോധത്തിൻ്റെ ദിനത്തിലേക്ക് നീ നിന്റെ കഠിനവും അനുതാപരഹിതവുമായ ഹൃദയം നിമിത്തം നിനക്ക് തന്നെ ക്രോധം സംഭരിച്ചു വെക്കുകയാണ്. ഇവിടെ ഒരു 3 കാര്യങ്ങൾ ആ വാക്യത്തിലുണ്ട്, ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ നീതിയുക്തമായ വിധി വെളിപ്പെടുന്ന ക്രോധത്തിൻ്റെ ദിനം. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്, ക്രോധത്തിൻ്റെ ദിനം. 3 കാര്യങ്ങൾ ആ വാക്യത്തിലുണ്ട്. ഒന്നാമത്തെ കാര്യമാണ്, പറയൂ, ക്രോധത്തിൻ്റെ ദിനം. രണ്ടാമത്തെ കാര്യമാണ് കഠിനവും അനുതാപരഹിതവുമായ ഹൃദയം. രണ്ടാമത്തെ കാര്യമാണ് കഠിനവും അനുതാപരഹിതവുമായ ഹൃദയം. മൂന്നാമത്തേത് സംഭരിച്ചു വെക്കുന്ന ക്രോധം. 3 കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എന്തൊക്കെയാണ്? 1, ദ ഡേ ഓഫ് റോത്ത്. 2, ഹാർഡ് അൺറിപ്പൻഡിങ് ഹാർട്ട്. 3, സ്റ്റോറിങ് അപ്പ് ഓഫ് റോത്ത്. 1 ക്രോധത്തിൻ്റെ ദിനം, 2 കഠിനവും അനുതാപരഹിതവുമായ ഹൃദയം, 3 ക്രോധം സംഭരിച്ചു വെക്കുന്നു. ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി. ഇനി എന്നെ നോക്കുക. ഓക്കെ, ലിസൺ. ഇനി എന്നെ നോക്കുക. അതായത് നമ്മൾ റോമർ 1:18 കണ്ടപ്പോൾ നമ്മളവിടെ കണ്ടിരുന്നു,
മനുഷ്യന്റെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കും എതിരായി ദൈവത്തിന്റെ ക്രോധം ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. അവിടെ എന്താണ് ക്രോധം എന്ന് ഞാൻ വിശദീകരിച്ചിരുന്നു. എന്താണ് ക്രോധം? തിന്മയോടുള്ള ദൈവത്തിൻ്റെ വെറുപ്പാണ് ക്രോധം. ദൈവത്തിന് തിന്മയോടുള്ള ഇഷ്ടക്കേടാണ് ക്രോധം. ദൈവത്തിന് ഗോഡ്സ് ഇൻഡിഗ്നേഷൻ, ഗോഡ്സ് ഹേറ്റ്രഡ് ടുവേർഡ്സ് സിൻ ഈസ് റോത്ത്. അത് ദൈവത്തിന് തിന്മ സമ്മതിക്കാൻ പറ്റില്ല. അതാര് ചെയ്താലും സമ്മതിക്കാൻ പറ്റില്ല. അപ്പോൾ ലിസൺ, അപ്പോൾ എപ്പോൾ നമ്മൾ പാപം ചെയ്താലും ആ പാപം നമ്മളിൽ ക്രോധം കൊണ്ടുവന്ന് ഇങ്ങനെ പൈലപ്പ് ചെയ്യും. പൈലിംഗ് അപ്പ്. മനസ്സിലായോ? ഇങ്ങനെ ക്രോധം എന്ന് പറഞ്ഞാൽ മനസ്സിലാവാൻ ഞാനിങ്ങനെ പറയാം. ഞാൻ കുളിക്കാതിരിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറയുകയാണ്, ഞാൻ 5 ദിവസം കൂടുമ്പോഴേ കുളിക്കും, 10 ദിവസം കൂടുമ്പോഴേ കുളിക്കും എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നാൽ കുളിക്കാതിരിക്കുന്ന ഓരോ ദിവസവും ശരീരത്തിൽ എന്തു വരും? അഴുക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പം തിങ്കളാഴ്ച വന്ന അഴുക്ക് തുടച്ചിട്ടാണോ ചൊവ്വാഴ്ചത്തെ അഴുക്ക് ശരീരത്തിൽ വന്നിട്ടുന്നത്? അല്ല. ചൊവ്വാഴ്ചത്തെയും തിങ്കളാഴ്ചത്തെ അഴുക്ക് തുടച്ചിട്ടാണോ ബുധനാഴ്ചത്തെ അഴുക്ക് വരുന്നത്? അല്ല. അപ്പം തിങ്കളാഴ്ചത്തെ അഴുക്കിൻ്റെ മേളിലാണ് ചൊവ്വാഴ്ചത്തെ അഴുക്ക്, ചൊവ്വാഴ്ചത്തെ അഴുക്കിൻ്റെ മേളിലാണ് ബുധനാഴ്ചത്തെ അഴുക്ക്. പൈലിംഗ് അപ്പ് ഓഫ് ഡേർട്ട്, പൈലിംഗ് അപ്പ്, സ്റ്റോറിങ് അപ്പ്. അപ്പോൾ ഒരു 15 ദിവസം കുളിക്കാതിരുന്നാൽ 15 ദിവസത്തെ അഴുക്ക് 15 ലെയറായിട്ടുണ്ടാവും. മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണ്. 15 ദിവസത്തെ അഴുക്ക് 15 ലെയറായിട്ടുണ്ടാവും. പൈലിംഗ് അപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ശേഖരിച്ച് വെക്കുകയാണ്. ശ്രദ്ധിക്കുക, കഠിനമായ ഒരു ഹൃദയം, അനുതാപരഹിതമായ ഒരു ഹൃദയം. അതായത് ഒരാൾ ചിന്തിക്കുകയാണ്, എനിക്ക് അനുതപിക്കേണ്ട യാതൊരു ആവശ്യമില്ല, ഞാനൊരു തെറ്റും ചെയ്യുന്നില്ല എന്ന് ചിന്തിച്ച് കഠിനവും അനുതാപരഹിതവുമായൊരു ഹൃദയം ഒരാളിങ്ങനെ സൂക്ഷിച്ചു വെക്കുമ്പോൾ ഓരോ ദിവസവും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ബിനോയച്ചൻ പറഞ്ഞിട്ടുണ്ട്, എഴുതപ്പെട്ട 1000 വചനങ്ങൾ തെറ്റിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നത്. ശരിയാണോ അല്ലയോ? എഴുതപ്പെട്ട 1000 വചനങ്ങൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ ഓരോ ദിവസവും. അപ്പം അറിയുന്ന പാപങ്ങളെക്കുറിച്ച് പോലും അനുതാപം ഇല്ലാതെ, അതിനെക്കുറിച്ച് പശ്ചാത്താപം ഇല്ലാതെ ഓരോ ദിവസവും തള്ളിവിടുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എപ്പോൾ സാധാരണഗതിയിൽ ഒരു സാധാരണ മനുഷ്യൻ കുമ്പസാരിക്കുന്നത് എത്ര നാൾ കൂടിയാ? ഒരാഴ്ച, മോസ്റ്റ്ലി നോ. 2 ആഴ്ച, കുറച്ചൊക്കെ 1 മാസം, കുറേയധികം പേര് അങ്ങനെയാണ്. ചിലപ്പോൾ 2 മാസം ഒക്കെയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, 1 മാസം കുമ്പസാരിക്കാതിരുന്നിട്ട് ആ മാസത്തിൻ്റെ അവസാനം കുമ്പസാരിക്കാൻ പോകുമ്പോൾ ആ മാസത്തിലെ 30 ദിവസവും ചെയ്ത എല്ലാ പാപങ്ങളും നിങ്ങൾ എത്ര മെമ്മറിയുള്ള ആളാണെങ്കിലും ഓർത്തിരിക്കാൻ പറ്റുമോ? സത്യം പറഞ്ഞാൽ ഓരോ ദിവസവും രാത്രിയിൽ ആത്മശോധന ചെയ്ത് കിടന്നുറങ്ങിയാലല്ലാതെ അവനവൻ്റെ ജീവിതത്തിൽ നടക്കുന്ന പാപമൊന്നും ആരും കഴുകിക്കളയാനൊന്നും പോണില്ല. കുമ്പസാരത്തിൽ പറയാൻ പോണത് ഓർത്തിരിക്കുന്ന മേജറായ പാപങ്ങൾ മാത്രമാണ്, അല്ലാതെ ആരും നോട്ട് ചെയ്ത് വെക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ പൈലിംഗ് അപ്പ് ഓഫ് റോത്ത് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഓരോ ദിവസവും നമ്മൾ എഴുതപ്പെട്ട വചനങ്ങൾ തെറ്റിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രോധം കൂട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും മനസ്സിലായോ? അപ്പോൾ ക്രോധം ഇങ്ങനെ കൂട്ടി വെക്കുമ്പോൾ അതിന് 2 വാക്കുകൾ ബൈബിളിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ക്രോധത്തെക്കുറിച്ച് പറയുമ്പോൾ 2 ആശയം കാണാൻ പറ്റും. ശ്രദ്ധിക്കുക, എഴുതൊന്നും വേണ്ട, എന്നെ കേട്ടാൽ മതി. ഒന്നാമത്തേത് സിമ്മറിങ്. ആ വാക്ക് ഇംഗ്ലീഷ് വാക്കായതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. സിമ്മറിങ് ആങ്കർ. രണ്ടാമത്തേത് ബോയിലിംഗ് ആങ്കർ. സിമ്മറിങ്, ബോയിലിംഗ്. ചുമ്മാ 2 വാക്കെന്ന് പറഞ്ഞ് സിമ്മറിങ്, ബോയിലിംഗ്. സിമ്മറിങ് എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. സ്റ്റൗ ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അതിനകത്ത് സിം എന്ന് പറയുന്നൊരു മോഡുണ്ട്, അറിയാമോ? സിമ്മുണ്ട്, മീഡിയം ഉണ്ട്, ഹൈ ഉണ്ട്, ഫ്ലെയിം. സിം എന്ന് പറഞ്ഞാൽ എന്താ? അത് ലോവസ്റ്റ് ഫ്ലെയിമാണ്. അതിങ്ങനെ സിമ്മിലിട്ടാൽ അത് കെട്ടുപോകത്തില്ല, പക്ഷെ കുറച്ച് തീയേ വരുത്തുള്ളൂ. അപ്പം നമുക്ക് ഒരു കാര്യം തിളച്ചു പോകണ്ടെന്നുണ്ടെങ്കിൽ ഈ സിമ്മിട്ടാൽ മതി. എയർടെലിൻ്റെ സിമ്മ്, ജിയോയുടെ സിമ്മ്, വോഡാഫോണിൻ്റെ സിമ്മ് ഇടാനല്ല സ്റ്റൗവിനകത്തുണ്ട്. പിന്നെന്താണ്? ആ സിം എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. ആ സ്റ്റൗ അതിൻ്റെ ആ നോബ് തിരിച്ച് സിമ്മിലിട്ടാൽ അതിങ്ങനെ തിളച്ച് നിന്നോളൂ.
അതായത് നമ്മളിങ്ങനെ പാപം ചെയ്ത് ഒരു അനുതാപവും ഇല്ല. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ക്രോധം കൂടി വന്ന് ഇതിങ്ങനെ പതുക്കെ തിളച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ പേരാണ് സിമ്മറിങ് മോഡ്. ഇതെല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. കുറേ കാലം അനുദപിക്കാതെ ദൈവത്തെ നിഷേധിച്ച് ഇങ്ങനെ നടന്നു കഴിയുമ്പോൾ ചെറിയ ചലനങ്ങൾ വീട്ടിൽ കാണാൻ പറ്റും. ചെറിയ അസ്വസ്ഥതകൾ, ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. ഇത് തിളയ്ക്കുന്നതിൻ്റെ സൂചനകളാണ്. തിളയ്ക്കുന്നതിൻ്റെ ശ്രദ്ധിക്കാതിരുന്നാൽ ഇത് ശ്രദ്ധിക്കാതല്ല, ആ തിളച്ചോണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കാതിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഇത് ബോയിൽ ഓവർ ചെയ്യും, തിളച്ച് മറിയും. പിടികിട്ടുന്നോ? തിളച്ച് മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മേ പാല് തിളച്ച് മറിഞ്ഞു പോയി, പിന്നെ അത് കോരിയെടുത്ത് വീണ്ടും ചായ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. അത് സ്റ്റൗവിനകത്തെല്ലാം ഒട്ടിപ്പിടിച്ച് കരിഞ്ഞ് അത് പോയി. തിളച്ച് തൂവിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് വചനം പറയും, ഈ ക്രോധത്തിൻ്റെ ദിനം വരെ എത്താൻ നോക്കി നിൽക്കരുത്. ക്രോധത്തിൻ്റെ ഡേ ഓഫ് വ്രോത്ത് ഉണ്ട്. അത് യുഗാന്ത്യത്തിലും ഉണ്ട്, ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും ഉണ്ട്. ഇത് തിളച്ച് മറിയുന്നൊരു സ്റ്റേജുണ്ട്. ഒന്നുകൂടെ വേറൊരു രീതി പറഞ്ഞാൽ, അതായത് ദൈവം തിന്മ അനുവദിക്കുന്നതിന് ഒരു ലെവലുണ്ട്. അതിനപ്പുറത്ത് തിന്മ സമ്മതിക്കത്തില്ല. വ്യക്തിയിലും സമ്മതിക്കത്തില്ല, വീട്ടിലും സമ്മതിക്കത്തില്ല, സമൂഹത്തിലും സമ്മതിക്കത്തില്ല. തിന്മയുടെ ഒരു പോയിന്റ് കഴിയുമ്പോൾ, ഈ സാച്ചുറേഷൻ ലെവൽ കഴിയുമ്പോൾ അതിനെ തകർക്കും. അപ്പൊ അതുകൊണ്ട് ഇതിങ്ങനെ കൂട്ടി വെക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയാ. പെട്ടെന്ന് 2-3 വചനങ്ങൾ വായിച്ചു. യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിന് അഹിതമായ സഖ്യം ഉണ്ടാക്കി, അനുസരണക്കേടിന്റെ സന്തതികളെ, പാപം കുന്നുകൂട്ടിയ അനുസരണക്കേടിന്റെ സന്തതികൾക്ക് ദുരിതം. ഒരു വചനം പെട്ടെന്ന് വായിക്കാം. യെശയ്യാ പ്രവചനത്തിന്റെ 30-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. യെശയ്യാ 30:1 വായിക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റേതല്ലാത്ത പദ്ധതികൾ നടപ്പിലാക്കുകയും എനിക്ക് അഹിതമായ സഖ്യമുണ്ടാക്കുകയും ചെയ്ത്. അതാണ് എനിക്ക് വേണ്ടത്. ആ വാക്ക് എന്താണ്? പാപം സ്റ്റോറപ്പ് ചെയ്ത, പൈലപ്പ് ചെയ്ത, കൂന കൂട്ടിയ, ശേഖരിച്ചു വെച്ച സന്തതികൾക്ക് ദുരിതം. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കേട്ടാലും കേട്ടില്ലെങ്കിലും, ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചില്ലെങ്കിലും, there is a day of wrath in an individual life and in the life of the society. There is a day of wrath. അതായത് പാപത്തിന്റെ സാച്ചുറേഷൻ പോയിന്റ് കഴിഞ്ഞ് ദൈവം തിന്മ ഇതിനപ്പുറത്ത് സമ്മതിക്കാത്ത ഒരു ദിവസമുണ്ട്. അതുവരെ നിൽക്കരുത്. സ്റ്റൗ ഓഫ് ചെയ്യണം. അതുവരെ നിൽക്കരുത്, തിളച്ചു മറിയാൻ നിൽക്കരുത്. അതാണ് ഈ പറയുന്നത്, പാപം കൂന കൂട്ടിയ സന്തതികൾക്ക് ദുരിതം. തെസ്സലോനിക്ക ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് യഹൂദരുടെ പാപത്തെക്കുറിച്ച് പറയുന്നൊരു സൂചനയുണ്ട്. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം 15 മുതൽ ഉറക്കെ വായിക്കുക. യഹൂദർ കർത്താവായ യേശുവിനെയും പ്രവാചകന്മാരെയും വധിച്ചു, ഞങ്ങളെ ആട്ടിപ്പുറത്താക്കി. അപ്പോൾ ഇങ്ങോട്ട് നോക്ക്, യഹൂദരുടെ പാപത്തെക്കുറിച്ച് പറയുകയാണ്. വായിക്കണത് യഹൂദരുടെ പാപത്തെക്കുറിച്ച് പറയുകയാണ്. യഹൂദർ എന്തൊക്കെ പാപം ചെയ്തു? അവർ യേശുവിനെ വധിച്ചു. 1. 2, അവർ പ്രവാചകന്മാരെ വധിച്ചു. 3, ഞങ്ങളെന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ശിഷ്യന്മാരെ ആട്ടിപ്പുറത്താക്കി. അടുത്തത് 4, വിജാതീയരുടെ രക്ഷയെ കരുതി, എന്നാൽ നിങ്ങൾക്ക് സുവിശേഷം വേണ്ട, എന്നാൽ ഞങ്ങൾ വിജാതീയരോട് പ്രസംഗിച്ചോളാം എന്ന് പറഞ്ഞ് വിജാതീയരുടെ രക്ഷയെ കരുതി അവരോട് പ്രസംഗിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവർ ദൈവത്തെ അപ്രീതിപ്പെടുത്തുകയും എല്ലാ മനുഷ്യരെയും എതിർക്കുകയും ചെയ്യുന്നു. കണ്ടോ? 4 പാപം പറയുകയാണ്. 1, യേശുവിനെ വധിച്ചു യഹൂദര്. 2, പ്രവാചകന്മാരെ വധിച്ചു. 3, ഞങ്ങളെ ആട്ടിപ്പുറത്താക്കി. 4, ഞങ്ങൾ വിജാതീയരോട് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അവരെ ഞങ്ങൾക്കെതിരെ ഇളക്കി വിട്ട് സുവിശേഷത്തിന്റെ വഴിയിൽ മാർഗ തടസ്സങ്ങൾ സൃഷ്ടിച്ചു. അങ്ങനെ അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളുടെ അളവ് പൂർത്തിയാക്കി. കണ്ടോ? പാപത്തിന്റെ അളവ് സാച്ചുറേഷൻ ലെവലായി.
ബോയിലിംഗ് പോയിന്റ് ആയി, 100 ഡിഗ്രി ആയി. അപ്പൊ തിളച്ച് മറിയിനി. സാച്ചുറേഷൻ ലെവൽ കഴിഞ്ഞു, ബോയിലിംഗ് പോയിന്റ് കഴിഞ്ഞു, പാപത്തിന്റെ അളവ് പൂർത്തിയാക്കി. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇതാ അവസാനം ദൈവത്തിന്റെ ക്രോധം അവരുടെ മേൽ നിബന്ധിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കേൾക്കണം പ്രിയ ദൈവമക്കളെ, കുമ്പസാരം എന്ന കൂദാശയുടെ വില ഒരുപാട് ആത്മാക്കൾക്ക് ഇനിയും പിടിയിട്ടിട്ടില്ല. എന്തെന്നറിയാമത്? ഇത് തിളച്ച് മറിയാൻ സാധ്യതയുള്ള ക്രോധം, അതിനെ, ആ സ്റ്റൗവിനെ കെടുത്തുന്ന പരിപാടിയുടെ പേരാണ് പാപം ഏറ്റുപറയുക, പാപത്തെക്കുറിച്ച് അനുതപിക്കുക, പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുക. അപ്പോൾ ഇങ്ങനെ അവർ തങ്ങളുടെ പാപത്തിൻ്റെ അളവ് പൂർത്തിയാക്കി. അതുകൊണ്ട് ദൈവത്തിൻ്റെ ക്രോധം അവരുടെ മേൽ നിബന്ധിച്ചിരിക്കുന്നു. ഉൽപ്പത്തി 15 വേറൊരു സൂചനയുണ്ട്. ഉൽപ്പത്തി 15 അബ്രഹാമിന് വരാൻ പോകുന്ന തലമുറകളെക്കുറിച്ച് ദർശനം കൊടുക്കുകയാണ്. അബ്രഹാമിന് വരാൻ പോകുന്ന തലമുറകളെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തൽ കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ദൈവം വെളിപ്പെടുത്തൽ കൊടുക്കുമ്പോൾ വായിക്കാം. ഉൽപ്പത്തി 15:13 മുതൽ വായിക്കാം. ഉൽപ്പത്തി 15:12 മുതൽ വായിക്കാം. 12 മുതൽ, ഉൽപ്പത്തി 15:12 മുതൽ. ഉറക്കെ വായിച്ച എല്ലാവരും പ്ലീസ്. സൂര്യൻ, എല്ലാവരും നിർത്തി ഉറക്കെ വായിക്കുക. സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരുന്നപ്പോൾ അബ്രാം ഗാഢനിദ്രയിലാണ്ടു. അന്ധകാരം അവനെ ആവരണം ചെയ്തു. അപ്പോൾ കർത്താവ് അരുളി ചെയ്തു, നീ ഇത് അറിഞ്ഞുകൊള്ളുക, നിന്റെ സന്താനങ്ങൾ സ്വന്തമല്ലാത്ത നാട്ടിൽ പരദേശികളായി കഴിഞ്ഞുകൂടും. അതെവിടാ? ഈജിപ്തിൽ. നിന്റെ സന്താനങ്ങൾ സ്വന്തമല്ലാത്ത ഈജിപ്തിൽ പരദേശികളായി കഴിഞ്ഞുകൂടും. അടുത്ത വാക്യം, അവർ ദാസ്യവേല ചെയ്യും. അടുത്ത വാക്യം, 400 കൊല്ലം അവർ പീഡനങ്ങൾ അനുഭവിക്കും. എവിടെ? ഈജിപ്തിൽ. എന്നാൽ അവരെ അടിമപ്പെടുത്തുന്ന രാജ്യത്തെ ഞാൻ കുറ്റം വിധിക്കും. അടുത്ത വാക്യം, അതിനുശേഷം ധാരാളം സമ്പത്തുമായി അവർ പുറത്തു വരും. എവിടേക്ക് പോകാനാ? കാനാൻ ദേശത്തേക്ക് പോകാൻ. നീ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും. വാർദ്ധക്യ പരിപൂർത്തിയിൽ നീ സംസ്കരിക്കപ്പെടും. 4-ാം തലമുറയിൽ അവർ ഇങ്ങോട്ട്, എവിടോട്ട്? എങ്ങോട്ട്? കുറച്ച് കല്ല് പറക്കി വെക്കണം ഇവിടെ, എനിക്കറിയാനാണ്. 4-ാം തലമുറയിൽ അവർ ഇങ്ങോട്ട് തിരിച്ചു പോരും. എങ്ങോട്ട്? കാനാൻ ദേശത്തേക്ക്. ഈജിപ്തിലോട്ടല്ല, അബദ്ധം പറയരുത്. ഈജിപ്തിലോട്ടല്ല, ഈജിപ്തിൽ നിന്ന് തരുവാന്നാ പറയുന്നത്. 4-ാം തലമുറയിൽ 400 കൊല്ലം കഴിഞ്ഞ് അവർ തിരിച്ചു വരും. എവിടുന്ന്? ഈജിപ്തിൽ നിന്ന്. എങ്ങോട്ട്? കാനാൻ ദേശത്തേക്ക്. 400 കൊല്ലം കഴിഞ്ഞ് 4-ാം തലമുറയിൽ അവർ ഇങ്ങോട്ട് തിരിച്ചു പോരും. തിരിച്ചു പോരും. 4-ാം തലമുറയിലെ തിരിച്ചു പോരത്തുള്ളൂ. വൈ? അമ്മോര്യരുടെ ദുഷ്ടത അവരുടെ സാച്ചുറേഷൻ പോയിന്റ് ആയാലേ അവരെ അവിടുന്ന് തട്ടിക്കളയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് പിടികിട്ടുന്നോ? ആ ജനത പാപത്തിൻ്റെ ആ പോയിന്റ് ഉണ്ട്, ആ പോയിന്റ് വരെ എത്തിയാലേ അവരെ അവിടുന്ന് മാറ്റാൻ പറ്റൂ. അതുവരെ നിങ്ങളിവിടെ അടിമകളായിട്ട് കഴിയും. പിടികിട്ടുന്നോ? അതായത് ഈ ലെവൽ ക്രോസ് ചെയ്താൽ പിന്നെ ആർക്കും ഔദാര്യമില്ല. ഇനി ഇതിനകത്ത് സംഭവിക്കുന്ന വേറൊരു കാര്യം എന്തെന്നറിയോ? കേൾക്കണേ. അമോര്യരെന്ന് പറഞ്ഞാൽ കാനാൻ ദേശത്ത് താമസിച്ചിരുന്ന 7 ജനതകളിൽ ഒരു ജനതയാണ്. ആര്? അമോര്യര്. അപ്പൊ ഈ കാനാൻ ദേശത്തെ ജനതയുടെ പാപത്തിന്റെ അളവ് പൂർത്തിയായപ്പോൾ അവരെ അവിടുന്ന് മാറ്റിയിട്ട് ആരെ കൊണ്ടുവന്നു? ഇസ്രായേൽ മക്കളെ കൊണ്ടുവന്നു. ഇനി ഇത് കഴിഞ്ഞ് ഒരു 500 കൊല്ലം കഴിയുമ്പോൾ ഈ ഇസ്രായേൽക്കാർ പാപം ചെയ്ത് അവരുടെ സാച്ചുറേഷൻ പോയിന്റ് ആകുമ്പോൾ അവരെന്ത് ചെയ്യും? ഇസ്രായേൽക്കാരെ ബാബിലോണിലോട്ട് ഓടിച്ചുവിടും. നീതി എല്ലാവർക്കും ഒരുപോലെ. അത് അമോര്യർക്കും ഇസ്രായേൽക്കാർക്കും ഒരുപോലാണ്. ആർക്കും വ്യത്യാസമില്ല. പാപത്തിൻ്റെ അളവ് പിടിയിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ സാച്ചുറേഷൻ പോയിന്റ് കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാരെല്ലാം ശ്രദ്ധിച്ചോണം. കുമ്പസാരിക്കാൻ പറയുമ്പോൾ ഉടനെ വേവലാതി പിടിക്കരുത്. കുമ്പസാരിക്കണം, അനുതപിക്കണം, പാപം ഏറ്റുപറയണം, തെറ്റാണെന്ന് സമ്മതിക്കണം. അങ്ങനെ ദൈവസന്നിധിയിൽ കുറവുകളുണ്ടെന്ന് സമ്മതിക്കുന്നത് ദൈവത്തിൻ്റെ ക്രോധം ഒഴിവാകാൻ സഹായിക്കും. ഇനി റോമാലേഖനം 2-ാം അധ്യായത്തിലേക്ക് തിരിച്ചു വരിക. 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച ഭാഗം ഒരിക്കൽ കൂടെ വായിക്കാം. അതോ അവിടുത്തെ നിസ്സീമമായ
4-ാമത്തെ വാക്യം, അതോ അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത്? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? എന്നാൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്ന ക്രോധത്തിൻ്റെ ദിനത്തിലേക്ക് നീ നിന്റെ കഠിനവും അനുതാപരഹിതവുമായ ഹൃദയം നിമിത്തം നിനക്ക് തന്നെ ക്രോധം സംഭരിച്ചു വെക്കുകയാണ്. എന്തെന്നാൽ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും. സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യും. സ്വാർത്ഥമതികളായി സത്യത്തെ അനുസരിക്കാതെ ദുഷ്ടതയ്ക്ക് വഴങ്ങുന്നവർ കോപത്തിനും ക്രോധത്തിനും പാത്രമാകും. തിന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും ആദ്യം യഹൂദനും പിന്നീട് ഗ്രീക്കുകാരനും ക്ലേശവും ദുരിതവും ഉണ്ടാവും. എന്നാൽ നന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും ആദ്യം യഹൂദനും പിന്നെ ഗ്രീക്കുകാരനും മഹത്വവും ബഹുമാനവും സമാധാനവും ഉണ്ടാകും. എന്തെന്നാൽ ദൈവസന്നിധിയിൽ മുഖനോട്ടമില്ല. ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അത് പറയാൻ കൊള്ളാവുന്നൊരു സമയമല്ലിത്. കാരണം എല്ലാ പീരീഡിലും കോളേജിലും സ്കൂളിലും ഒക്കെ പിള്ളേർ ഉറങ്ങുന്നൊരു പീരീഡാണിത്. ഏത്? ഈ ഉച്ചയ്ക്ക് മുമ്പുള്ള പീരീഡ്. പക്ഷെ നിങ്ങൾ ഉറങ്ങുന്നില്ല. പക്ഷേ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെന്നുണ്ടോ? കൈയും കാലും ഒക്കെ നോക്കണമെന്നുണ്ടോ? ഒന്ന് ചാടണമെന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പോൾ ഉണ്ടെങ്കിൽ പറയണം. ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എഴുന്നേൽപ്പിക്കും. ഉണ്ട്. ഒന്ന് എഴുന്നേറ്റോ, ഒന്ന് എഴുന്നേറ്റോ, ഒന്ന് എഴുന്നേറ്റോ. നിലത്തിരിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഒന്ന് എഴുന്നേറ്റോ. ഒന്ന് എഴുന്നേറ്റിട്ട് നമുക്ക് ഒന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ചില രോഗികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? വിശ്വസിക്കുമോ? അതായത് ചില രോഗികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കും. ഇപ്പോൾ സൗഖ്യം പ്രാപിക്കും. ഇപ്പോൾ സൗഖ്യം പ്രാപിക്കും. ആമേൻ പറ. ആമേൻ പറ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് വചനം കേട്ടുകൊണ്ടിരുന്നൊരു ജനതയാണ്. ആ ജനതയോട് ദൈവത്തിന് അനുകമ്പയുണ്ട്. ഇപ്പോൾ രോഗപീഠകളെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. രോഗപീഠകളെ, എന്ത് രോഗമാവട്ടെ, നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും രോഗം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ ഏതെങ്കിലും രോഗം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഈ സമയത്ത് വചനം കേൾക്കാൻ വന്ന മക്കള്, കർത്താവേ ഈ അസ്വസ്ഥത ഒന്ന് എടുത്തു മാറ്റി തരണേ. കർത്താവേ ഈ രോഗത്തിൻ്റെ മേൽ നീ ഒന്ന് ഇടപെടണേ. അതിൻ്റെ മേൽ അങ്ങയുടെ ശക്തി ഒന്ന് അയക്കണമേ. കർത്താവേ ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ അങ്ങ് സ്പർശിക്കണമേ. ഒന്ന് കണ്ണടച്ച് ഒരു നിമിഷം ഒന്ന് ശാന്തമായിട്ട് നിൽക്കുക. ശരീരത്തിൽ പ്രവർത്തിക്കുന്ന എന്ത് രോഗമാണെങ്കിലും അവയുടെ മേൽ ഇപ്പോൾ കർത്താവിൻ്റെ കരം വെളിപ്പെടും. അതായത് അപ്പസ്തോലിക സഭയ്ക്ക്, ഒരു വ്യക്തിക്കല്ല, അപ്പസ്തോലിക സഭയ്ക്ക് ദൈവം ഇപ്രകാരം ഒരു അധികാരം കൊടുത്തിട്ടുണ്ട്. അവൻ 12 അപ്പസ്തോലന്മാരെ അടുത്ത് വിളിച്ച് സകല പിശാചുക്കളുടെ മേലും അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനുമായി അവിടുന്ന് അവരെ അയച്ചു. ദൈവരാജ്യം പ്രസംഗിക്കാൻ ദൈവം ആരെ അയച്ചാലും അവർക്ക് ഒരധികാരമുണ്ട്. എന്താണ്? രോഗികളെ സുഖപ്പെടുത്താനുള്ള ഒരധികാരം. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവരാജ്യ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചില്ലെങ്കിലും രോഗപീഠകൾ സൗഖ്യപ്പെടും. ആമേൻ, ഹല്ലേലൂയ. ദൈവരാജ്യം പ്രസംഗിക്കുന്ന സ്ഥലത്ത് രോഗികൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തിയില്ലെങ്കിലും രോഗപീഠകൾ സൗഖ്യം പ്രാപിക്കും. ആമേൻ പറ, ആമേൻ പറ. അതുകൊണ്ട് ഇവിടെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഏതെങ്കിലും ആരുടെയെങ്കിലും രോഗത്തെക്കുറിച്ച് ആകുലപ്പെടുന്നുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളുടെ രോഗമാവട്ടെ, പ്രിയപ്പെട്ടവരുടെ രോഗമാവട്ടെ, നിങ്ങൾ ഇവിടെ വന്നിട്ടില്ലാത്ത ചിലരുടെ രോഗമാവട്ടെ, ഏതെങ്കിലും മക്കളുടെ രോഗത്തെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ പ്രിയ മക്കളെ, ഈ സമയത്ത് ഒന്ന് ആഗ്രഹിക്കുക. കർത്താവേ, ദൈവരാജ്യം പ്രസംഗിക്കുന്നത് കേൾക്കാൻ നമ്മൾ വേറെ ഒന്നും അല്ലല്ലോ, വേറെ ഒരു ഭൗതിക വിഷയത്തെക്കുറിച്ചും അല്ല ഇന്ന് സംസാരിച്ചത് കർത്താവിൻ്റെ സ്വരം കേൾക്കുന്നതിനെ കുറിച്ചാണ്. ദൈവം എഴുതപ്പെട്ട വചനങ്ങളാണ് സംസാരിച്ചത്. എത്രയോ വചനങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. നമുക്കതിനുള്ള യോഗ്യതയുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ദൈവം നൽകുന്ന രോഗശാന്തി എന്ന വാഗ്ദാനം സ്വീകരിക്കാൻ നമുക്ക് അർഹതയും യോഗ്യതയും ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ഹെസക്കിയായുടെ ആയുസ് നീട്ടിക്കൊടുത്ത കർത്താവിന് നിങ്ങളുടെ ആയുസ് നീട്ടിത്തരാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവ്, സങ്കീർത്തനം 118:17, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ.
പ്രിയമക്കളെ, ഈ സമയത്ത് ആഗ്രഹിക്കണം. കണ്ണടച്ച് നിന്നോ, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക, കണ്ണടച്ച് പ്രാർത്ഥിക്കുക. അതായത് ഈ സമയത്ത് ആഗ്രഹിക്കണം. എന്തെന്നറിയാം? പുറപ്പാട് 15:26 വാഗ്ദാനം കിടപ്പുണ്ട്. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ഐ എം എ ഗോഡ് ഹൂ ഹീൽ യു. ഐ എം എ ഗോഡ് ഹൂ ഹീൽസ് യു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. അവിടെ ആ വചനം പറയുന്നതിന് തൊട്ട് മുമ്പ് ഒരു വാഗ്ദാനം കിടപ്പുണ്ട്. നിങ്ങൾ എൻ്റെ സ്വരം ശ്രവിക്കുകയും എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്താൽ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിലൊന്നും ഞാൻ നിങ്ങളുടെ മേൽ വരുത്തുകയില്ല. എന്താണ് മാനദണ്ഡം? നിങ്ങൾ എൻ്റെ സ്വരം കേട്ടാൽ. ഹല്ലേലൂയ. വചനം പറയാണ്, നിങ്ങൾ എൻ്റെ സ്വരം കേട്ടാൽ. ഇഫ് യു diligently hearken to my voice. If you diligently hearken to, listen to my voice. അതല്ലേ രാവിലെ 9 മണി മുതൽ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്? ദൈവമേ, ഞങ്ങൾ നിന്റെ സ്വരം കേൾക്കുകയായിരുന്നു. We have been listening to your voice. നിന്റെ ശബ്ദം, നിന്റെ ശബ്ദം, നിന്റെ സ്വരം ഞങ്ങൾ കേൾക്കുക. അപ്പോൾ പുറപ്പാട് 15:25 പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധാപൂർവം എൻ്റെ സ്വരം കേൾക്കുകയും ഞാൻ നിങ്ങൾക്ക് നൽകുന്ന കൽപ്പനകൾ ശ്രദ്ധയോടെ അനുസരിക്കുകയും ചെയ്താൽ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിലൊന്നും ഞാൻ നിങ്ങളുടെ മേൽ വരുത്തുകയില്ല. ആമേൻ. പ്രിയമക്കളെ, എന്നിട്ടാണ് പറയുന്നത്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്, കർത്താവാണ്, സുഖപ്പെടുത്തുന്ന. ജ്ഞാനം 16:12 പറയുന്നു, മരുന്നോ ലേപന ഔഷധമോ അല്ല. മരുന്നോ ലേപന ഔഷധമോ അല്ല. എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. അങ്ങയുടെ വചനമാണ് അവരെ. വചനമല്ലേ കേട്ടോണ്ടിരുന്നത്? ആണോ? വചനമല്ലേ കേട്ടോണ്ടിരുന്നത്? പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയമക്കളെ, ഡിപ്രഷനുള്ള മക്കള് പ്രാർത്ഥിക്ക്. ഇതാ മൗണ്ട് കാർമലിന്റെ ഈ അൾത്താരയ്ക്ക് മുമ്പിൽ വെച്ച് യേശു ക്രിസ്തു നിന്നെ സുഖപ്പെടുത്താൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് മനസ്സിൽ ആങ്സൈറ്റി, ഡിപ്രഷൻ, സ്ട്രെസ്, വെരിക്കോസിസ് രോഗങ്ങൾ, നടുവിൻ്റെ വേദനകൾ കർത്താവെ ഇപ്പൊ സുഖപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു. മാനസിക രോഗങ്ങൾ സുഖപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു. മരണത്തിൽ കലാശിക്കുമെന്ന് വൈദ്യശാസ്ത്രം എഴുതി തള്ളുന്ന രോഗങ്ങൾ സുഖപ്പെടുത്താൻ യേശു ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമക്കളെ, അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ ആത്മാവിൽ പ്രേരണ കിട്ടുന്നത് കൊണ്ടാണ് പ്രാർത്ഥിപ്പിക്കുന്നത്. ഇപ്പോൾ ചില രോഗികൾ സുഖപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞത് കൊണ്ടാണ് പ്രാർത്ഥിപ്പിക്കുന്നത്. അതുകൊണ്ട് കണ്ണടച്ച് ഇനി നിങ്ങൾ ആരെ ശ്രദ്ധിക്കരുത്. നിങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നോ, നിങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടിയാണെങ്കിലും സ്തുതിച്ചുകൊണ്ടേയിരിക്കുക. ആരാധന. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ പോവാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് 6ാമത്തെ വാക്യം മുതൽ പറയുന്നത്, ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവർത്തിക്കനുസരിച്ച് പ്രതിഫലം ലഭിക്കും. ഒരു പ്രശ്നമുണ്ട് ഇവിടെ. അതായത് മനുഷ്യൻ രക്ഷ പ്രാപിക്കുന്നത് പ്രവർത്തികളാൽ അല്ല എന്നതാണ് സുവിശേഷം. ഹലോ, ഞാൻ പറഞ്ഞ എന്താ മറന്നുപോയി? മനുഷ്യൻ രക്ഷ പ്രാപിക്കുന്നത് പ്രവൃത്തികളാലല്ല എന്നതാണ് സുവിശേഷം. പിന്നെ വിശ്വാസം വഴി കൃപയാലാണ് ഒരു മനുഷ്യൻ രക്ഷ പ്രാപിക്കുന്നത് എന്നതാണ് സുവിശേഷം. പക്ഷെ ഇവിടെ അപ്പസ്തലൻ പറയുകയാണ്, ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തിക്ക് അനുസരിച്ച് പ്രതിഫലം ലഭിക്കും. സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ, അവിടെ ആരുമില്ലേ? അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യും. നോക്ക്, ബൈബിളിൽ നോക്ക്, വായിര്. അപ്പോൾ 7ാമത്തെ വാക്യം, സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യും. അടുത്ത വാക്യം, സ്വാർത്ഥമതികളായി സത്യത്തെ അനുസരിക്കാതെ ദുഷ്ടതയ്ക്ക് വഴങ്ങുന്നവർ
കോപത്തിനും ക്രോധത്തിനും പാത്രമാകും. തിന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും, ആദ്യം യഹൂദനും പിന്നെ ഗ്രീക്കുകാരനും, ദുരിതവും ഉണ്ടാകും. എന്നാൽ നന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും അപ്പൊ ഇവിടെ അതായത് ഈ റോമാലേഖനം തന്നെ ഒരു മനുഷ്യൻ രക്ഷ പ്രാപിക്കുന്നത് പ്രവർത്തികളാലല്ല വിശ്വാസത്താലാണ് എന്ന് തെളിയിക്കുന്ന ഗ്രന്ഥമാണ് റോമാലേഖനം തന്നെ. രക്ഷ പ്രാപിക്കുന്നത് വിശ്വാസത്താലാണ്, പ്രവൃത്തികളാലല്ല. ആ റോമാലേഖനത്തിൽ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുകയാണ്, എന്താ പറഞ്ഞിരിക്കുന്നു? ഓരോരുത്തരെയും താന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും. അപ്പം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? രക്ഷ പ്രാപിക്കാനുള്ള മാർഗം വിശ്വാസമാണോ പ്രവൃത്തികളാണോ? അവിടെ ചെറിയൊരു വ്യത്യാസം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല. ശ്രദ്ധിച്ച് കേൾക്കുക. രക്ഷ എന്ന് പറയുന്നത് 3 ഘട്ടങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ്. ഒന്നാമത്തെ ഘട്ടമാണ് നീതീകരണം. രണ്ടാമത്തെ ഘട്ടമാണ് വിശുദ്ധീകരണം. മൂന്നാമത്തെ ഘട്ടമാണ് മഹത്വീകരണം. നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ടാൽ ഒരുപാട് സമയത്ത് ഇത് ഗുണം ചെയ്യും. ഞാൻ ഈ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് ഒരാൾ രക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? മുനിയുവ, രക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇങ്ങുവ, ഇവിടെ നിൽക്കേ. അതായത് ഇയാളുടെ പേരെന്താ? ഡേവിഡ്. അപ്പൊ ഡേവിഡ് രക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? രക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ, ഡേവിഡ് രക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ 3 ഘട്ടങ്ങൾ ഡേവിഡിൽ സംഭവിക്കണം. എന്തൊക്കെയാണ് ആ 3 ഘട്ടങ്ങൾ? ഒന്ന്, ഡേവിഡ് നീതീകരിക്കപ്പെടണം, പിന്നെ വിശുദ്ധീകരിക്കപ്പെടണം, പിന്നെ മഹത്വീകരിക്കപ്പെടണം. ഇത്രയും മനസ്സിലായോ? നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തെന്നറിയാമോ? ഈ വ്യക്തി ദൈവസന്നിധിയിൽ നിൽക്കാൻ യോഗ്യതയുള്ള ആളാണെന്ന് ദൈവം പ്രഖ്യാപിക്കുന്നതാണ് നീതീകരണം. പാപികളായി നമ്മൾ നീതിയുടെ കീഴിലല്ല, ക്രോധത്തിൻ്റെ കീഴിലാണ്. നമുക്ക് ദൈവത്തെ സമീപിക്കാൻ പറ്റില്ല. അതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. പരിശുദ്ധനായ ദൈവത്തിൻ്റെ അടുത്ത് പോലും, സൂര്യൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ നീതീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡേവിഡിനെ ദൈവം പറയുകയാണ്, ഇവനിൽ കുറ്റമില്ല, ഇവനിൽ കുറ്റമില്ല, ഇവന് നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി എന്ന് വചനമില്ലേ? നീതീകരിക്കപ്പെട്ടിരിക്കുന്നു, ഇവന് ദൈവസന്നിധിയിൽ നിൽക്കാം. ഈ നീതീകരണം സംഭവിച്ചത് എപ്പോഴാണ് ഡേവിഡിൽ? എപ്പോഴാ? നിങ്ങൾ ക്രിസ്ത്യാനികളാണ്? ജ്ഞാനസ്നാനം എന്ന കൂദാശയിലൂടെയാണ് ഡേവിഡ് നീതീകരിക്കപ്പെട്ടത്. ജ്ഞാനസ്നാനം എന്ന കൂദാശയിലൂടെയാണ് ഡേവിഡ് നീതീകരിക്കപ്പെട്ടത്. ഈ ഡേവിഡിന് ഓർമ്മയില്ല ജ്ഞാനസ്നാനം സ്വീകരിച്ചത് എന്ന് കരുതി നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് ഓർമ്മയുണ്ടെന്ന്. എനിക്കും ഓർമ്മയില്ല. മാമോദീസയിൽ നീതീകരിക്കപ്പെട്ടത്, വെള്ളം തലേ കോരി ഒഴിച്ചതോ മൂറോം തൂത്തതോ വല്ലതൊക്കെ നീ ഓർക്കുന്നുണ്ടോ? ഇല്ല, ഓർക്കുന്നില്ല. അമ്മ എടുത്തോണ്ട് വന്ന് പള്ളി കൊണ്ടുവന്ന് മാമോദീസ മുക്കിയപ്പോ ഈ ഡേവിഡിൽ മാറ്റം സംഭവിച്ചു. ഈ ഡേവിഡിൽ മാറ്റം സംഭവിച്ചത് എവിടായിരുന്നു? ഡേവിഡിന്റെ ആത്മാവിലായിരുന്നു. ആത്മാവിലാണ്. ആ ആത്മാവിനെ ദൈവം നീതീകരിച്ചു, സെറ്റിൽ ചെയ്തു. ആ ആത്മാവിന് ദൈവസന്നിധിയിൽ നിൽക്കാം. പക്ഷെ രക്ഷ പൂർത്തിയായിട്ടുണ്ടോ? ഡേവിഡിന് ഇപ്പോഴും അനുസരണക്കേടുണ്ട്. ഉണ്ടോ? ഉണ്ട്. ഡേവിഡ് ഇപ്പോഴും പേരൻസിനെ പ്രകോപിപ്പിക്കും. ചെയ്യുവോ? ചെയ്യും. ഡേവിഡ് ഇപ്പോഴും ടീച്ചർമാര് പറഞ്ഞ് ചിലതൊക്കെ തെറ്റിക്കുവോ? തെറ്റിക്കരുത്. അപ്പോ ഇങ്ങനെ ഡേവിഡിന് ഇപ്പോഴും ചില സമയത്ത് പ്രാർത്ഥിക്കാൻ മടിയൊക്കെ ഉണ്ട്. ഉണ്ട്.
ഡേവിഡിന് ഇപ്പോഴും ചിലപ്പോൾ ചില ഗുരുത്തക്കേടുകളൊക്കെ ചെയ്യണമെന്ന് തോന്നുമോ? തോന്നും. രക്ഷ പൂർത്തിയായിട്ടുണ്ടോ? ഇല്ല. നീതീകരിച്ചിട്ടുണ്ടോ? കല്ല് നീതീകരിച്ചിട്ടുണ്ടോ? ഉണ്ട്, നീതീകരിച്ചിട്ടുണ്ട്. പക്ഷേ രക്ഷ പൂർത്തിയായിട്ട് ഈ യാത്രയിലാണ് ഡേവിഡ്. ഇപ്പൊ എത്ര വയസ്സുണ്ട് ഡേവിഡിന്? 16 വയസ്സുള്ള ഡേവിഡ് ഒരു 116 വയസ്സ് വരെ ജീവിച്ച് ആ യാത്ര പൂർത്തിയാകുന്നതിനിടയിൽ ഡേവിഡ് ഇപ്പോഴത്തെ പോലല്ല, ഒരുപാട് വിശുദ്ധീകരിക്കപ്പെട്ട് മഹത്വമുള്ളവനായിട്ട് മാറുമോ? അപ്പോ ആ പൂർത്തീകരണം ഇനി ഡേവിഡ് മരിക്കുന്ന സമയത്ത് അത് പൂർത്തിയായില്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് വെച്ച് അത് പൂർത്തിയാവും. ശുദ്ധീകരണ സ്ഥലത്ത് വെച്ച് ദൈവം അത് പൂർത്തിയാക്കി മഹത്വീകരണത്തിന്റെ പൂർത്തീകരണം വരുത്തി സ്വർഗത്തിലേക്ക്. അപ്പോഴാണ് ഡേവിഡിൽ രക്ഷ പൂർണ്ണമാകുന്നത്. മനസ്സിലായോ? രക്ഷ പൂർണ്ണമാകുന്നത് എന്ന് വെച്ച് ഡേവിഡ് നീതീകരിക്കപ്പെട്ടില്ലേ? ഇപ്പൊ തന്നെ ഇത് പൂർത്തിയാവുന്നത് 116 വയസ്സിൽ ചിലപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. പക്ഷെ ഇപ്പോൾ ഡേവിഡ് നീതീകരിക്കപ്പെട്ടോ? അതാ എനിക്കറിയണ്ടേ. നീതീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഉണ്ടല്ലോ, ശ്രദ്ധിച്ച് കേൾക്കുക. നീതീകരിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ പൂർത്തിയായിട്ടില്ല. പൂർത്തിയാവുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഈ നീതീകരിക്കപ്പെട്ട ഡേവിഡ്, നമ്മൾ 5-ാം അധ്യായം പഠിക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഈ നീതീകരിക്കപ്പെട്ട ഡേവിഡ് പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് ഈ നീതീകരണത്തിൻ്റെ ഫലങ്ങൾ ഡേവിഡിൻ്റെ പ്രവൃത്തിയിൽ വെളിപ്പെടുമ്പോൾ ആ പ്രവൃത്തിയിലൂടെ നിരന്തരമായി ഡേവിഡ് വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഡേവിഡ് നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. എന്നാൽ ഡേവിഡ് രക്ഷ പൂർത്തിയാക്കാൻ പോകുന്നത് ആ വിശ്വാസത്തിലൂടെ വെളിപ്പെടുന്ന പ്രവർത്തികൾ വഴിയാണ്. മനസ്സിലായോ? നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. അതിന് ഡേവിഡിന്റെ ഒരു യോഗ്യതയില്ല. കുഞ്ഞായിരുന്ന സമയത്ത് ഡേവിഡ് കിടന്ന് കരഞ്ഞോ? എന്നെ നീതീകരിക്കൂ, എന്നെ വേഗം കരഞ്ഞോ? ഇല്ല. ഡേവിഡ് കിടന്ന് വെള്ളം വെച്ചോ? ഇല്ല. അത് ഫ്രീ ആയിട്ട് മാതാപിതാക്കന്മാർ എടുത്തോണ്ട് പോയി, നിനക്കൊരു നീതീകരണത്തിന്റെ കുറവുണ്ടോ ചെറുക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് പോയി അവന് മാമോദീസ കൊടുത്തു. അത് ഡേവിഡിന്റെ പ്രവർത്തികളുടെ ഫലമല്ല. ആണോ? അല്ല. എന്നാൽ ഡേവിഡ് നീതീകരിക്കപ്പെട്ട പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ആത്മാവിൻ്റെ പ്രേരണകൾ അനുസരിച്ച് ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ട് ഓരോ ദിവസവും കൂടുതൽ കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ നിന്നിൽ നല്ല പ്രവൃത്തികൾ ഉണ്ടാവും. മനസ്സിലായോ? ഇന്ന് നിന്നെ അടിക്കുന്നവരെ നീ ഇന്ന് തിരിച്ചടിച്ചാലും നാളെ നീ തിരിച്ചടിക്കാതെ കൈയും കെട്ടി നിന്ന് ഈശോയുടെ നാമത്തിൽ നിന്നോട് ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നിന്നിൽ വിശ്വാസത്തിൽ നിന്ന് വെളിപ്പെട്ട ഒരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയിൽ നിരന്തരമായി സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിച്ച് നീ മഹത്വം പ്രാപിക്കും. പറഞ്ഞ ഹല്ലേലൂയാ. പിടികിട്ടിയോ? അപ്പൊ ഞാൻ ചുരുക്കി പറയാൻ പോവാണ്. നീതീകരിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്. രക്ഷ പ്രാപിക്കുന്നത് ആ വിശ്വാസത്തിലൂടെ പുറത്തു വരുന്ന പ്രവൃത്തികളാലാണ്. മനസ്സിലായോ? പ്രവൃത്തി ഇല്ലാതെ രക്ഷയില്ല. പ്രവൃത്തിയാലല്ല രക്ഷിക്കപ്പെടുന്നത്, മറിച്ച് വിശ്വാസത്താൽ. പക്ഷെ ആ വിശ്വാസത്തിൽ നിന്ന് ഒരാളിൽ എന്തുണ്ടാവും? പ്രവൃത്തി ഉണ്ടാവും. ഇപ്പൊ ഡേവിഡ് എന്നെ അടിച്ചാലും എനിക്ക് ഡേവിഡിനെ തിരിച്ചടിക്കാൻ പറ്റുമോ? പറ്റാഞ്ഞിട്ടല്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം. പറ്റാഞ്ഞിട്ടല്ല, പക്ഷെ അടിക്കത്തില്ല. എന്താ കാര്യം? അടിക്കാൻ പറ്റില്ല. അടിച്ചാൽ അതെന്താവും? അതിൻ്റെ വിശ്വാസത്തിനെതിരാവും അല്ലേ? അടിച്ചാൽ ഈ ഡേവിഡ് എന്നെ കല്ലുപറക്കി എറിഞ്ഞിട്ട് പോയാൽ അവൻ്റെ പുറകെ വണ്ടി ഓടിച്ചു പോയി അവനെ അടുത്ത കല്ലെടുത്തെറിഞ്ഞാൽ അതെൻ്റെ വിശ്വാസത്തിനെതിരാവും. മനസ്സിലായോ? ഒരു കല്ലെറിഞ്ഞാൽ 9 കല്ലെറിയാനുള്ള ആഗ്രഹമുണ്ട്, ആവേശമുണ്ട്, കഴിവുമുണ്ട്, പക്ഷെ എറിയത്തില്ല. എന്താ കാര്യം? അത് വിശ്വാസത്തിനെതിരാണ്. മനസ്സിലായോ? അതുകൊണ്ട് അപ്പോസ്തലനായ യാക്കോബ് പറയും, വിശ്വാസം ഉണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്താൽ ആ വിശ്വാസം മൃതമാണ്, ചത്തതാണ്, നിർജീവമാണ്. പിടികിട്ടിയപ്പം
അപ്പോൾ ഇവിടെ പ്രവൃത്തിയെക്കുറിച്ച് പറയുമ്പോൾ സംശയിക്കരുത്. പ്രവൃത്തികളാലല്ല രക്ഷ പ്രാപിക്കുന്നത്. രക്ഷ പ്രാപിക്കുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ്. എന്നാൽ ആ രക്ഷ പ്രാപിച്ച നമ്മിൽ എന്ത് വരും? പ്രവൃത്തികൾ വന്നേ പറ്റൂ. പ്രവൃത്തി ഇല്ലെങ്കിൽ അത് വിശ്വാസമല്ല. യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് യേശു ചെയ്ത പോലെയല്ലേ ചെയ്യാൻ പറ്റൂ? വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പം നമുക്ക് വേറെ ഓപ്പോസിറ്റ് ചെയ്യാനുള്ള ആഗ്രഹം വന്നാലും നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്? യേശു അതിന് നമ്മളെ അനുവദിക്കുന്നില്ല. അപ്പോൾ ഞാൻ ചുരുക്കി പറയാം, വി ആർ നോട്ട് സേവ്ഡ് ബൈ വർക്ക്സ്, ബട്ട് വി ആർ സേവ്ഡ് ഫോർ വർക്ക്സ്. പ്രവർത്തികളാലല്ല നാം രക്ഷ പ്രാപിക്കുന്നത്, പ്രവർത്തികൾക്ക് വേണ്ടിയാണ് നാം രക്ഷ പ്രാപിച്ചത്. പിടികിട്ടിയോ? ഡേവിഡ് എന്തെങ്കിലും ചെയ്തിട്ടല്ല ഡേവിഡിന് രക്ഷ മാമോദീസായിലൂടെ നീതീകരണം ദൈവം കൊടുത്തത്. പക്ഷെ നീതീകരണം കൊടുത്ത എന്തിനാ? ഡേവിഡ് നല്ല പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നെ ദൈവം വിശ്വാസത്താൽ നീതീകരിച്ചു, ഇനി എനിക്ക് തോന്നിയാസം ജീവിക്കാന്ന് പറഞ്ഞാൽ ആ വിശ്വാസം ചത്തതാണ്. ഇപ്പൊ പിടികിട്ടിയോ? ഇനി ഡേവിഡ് പൊക്കോളൂ. അതുകൊണ്ട് ഡേവിഡ് മഹത്വം പ്രാപിക്കും. അപ്പൊ വായിക്കാം, ശ്രദ്ധിച്ച് വായിക്കാം. ഇനി എന്താണ്? തിന്മ പ്രവർത്തിക്കുന്ന 6ാമത്തെ വാക്യം. എന്തെന്നാൽ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും. അടുത്ത വാക്യം. സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യും. സ്വാർത്ഥമതികളായി സത്യത്തെ അനുസരിക്കാതെ ദുഷ്ടതയ്ക്ക് വഴങ്ങുന്നവർ കോപത്തിനും ക്രോധത്തിനും പാത്രമാകും. തിന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും ആദ്യം യഹൂദനും പിന്നീട് ഗ്രീക്കുകാരനും ക്ലേശവും ദുരിതവും ഉണ്ടാകും. എന്നാൽ നന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും ആദ്യം യഹൂദനും പിന്നെ ഗ്രീക്കുകാരനും മഹത്വവും ബഹുമാനവും സമാധാനവും ഉണ്ടാവും. എന്തെന്നാൽ ദൈവസന്നിധിയിൽ മുഖം നോട്ടമില്ല. ഇപ്പം ഇത്രയും പിടികിട്ടിയോ? പിടികിട്ടിയോ? ഞാൻ ചത്തുവാൻ സാധ്യതയുണ്ട് ഇത് കഴിയുമ്പം. മനസ്സിലായോ? അതുപോലെ ചങ്ക് പറഞ്ഞാണ് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അടുത്ത വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇനി നിയമബദ്ധരല്ലാതിരിക്കെ വായിക്കേ. നിയമബദ്ധര പാപം ചെയ്തവരെല്ലാം നിയമം കൂടാതെ നശിക്കും. നിയമബദ്ധരായിരിക്കെ പാപം ചെയ്തവർ. അതായത് നമുക്ക് നിയമം കിട്ടിയാലും നിയമം കിട്ടിയില്ലെങ്കിലും, ഉദാഹരണത്തിന് നീ ഒരു യഹൂദനാണെന്ന് വിചാരിക്കുക. നിനക്ക് മോശയിലൂടെ 613 നിയമങ്ങൾ ദൈവം തന്നിട്ടുണ്ട്, അല്ലെ 10 കൽപ്പനകൾ ദൈവം തന്നിട്ടുണ്ട്. ഈ 10 കൽപ്പനകൾ നീ പാലിച്ച് ജീവിച്ചാൽ നീ യഹൂദൻ, നീ ആ നിയമം അനുസരിച്ചാണ് വിധിക്കപ്പെടാൻ പോകുന്നത്. അതായത് നിനക്ക് നൽകപ്പെട്ട നിയമം നീ അനുസരിച്ചോ ഇല്ലയോ. ഇനി നീ യഹൂദനല്ല, ചേട്ടൻ യഹൂദനല്ല, സുവിശേഷം കേട്ടിട്ടുമില്ല, ദൈവകൽപ്പനകൾ അറിയത്തുമില്ല, അങ്ങനെയുള്ളവൻ നിയമം കൂടാതെ വിധിക്കപ്പെടും. നിയമം കൂടാതെ എങ്ങനെയാണ് വിധിക്കപ്പെടുന്നത്? ഇങ്ങനെ വിധിക്കപ്പെടുന്നത്, അവനവന് ദൈവം നൽകിയിരിക്കുന്ന ഒരു പ്രകാശമുണ്ട്. ഒരു പ്രകാശം, ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. ഓരോരുത്തർക്കും ദൈവം നൽകിയിട്ടുള്ളൊരു പ്രകാശമുണ്ട്. ഇനി ഒരു സുവിശേഷം കേട്ടിട്ടില്ലാത്തവന് പോലും പ്രകാശമുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, മോശയിലൂടെ 10 കൽപ്പനകൾ നൽകപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ ലോകത്തിൽ ഈ 10 കൽപ്പനകൾ മാറ്റിവെച്ചോ, 10 കൽപ്പനകളില്ലെന്ന് വെച്ചോ, 10 കൽപ്പനകളില്ലെങ്കിലും മോഷ്ടിക്കുന്നത് ഏതൊരു ശരാശരി മനുഷ്യൻ്റെയും കണ്ണി പാവമല്ലേ? അല്ലേ? അത് പാവമെന്ന് ആരാ അവരോട് പറഞ്ഞത്? ദൈവം പറഞ്ഞാണോ? അല്ലല്ലോ. ഒരു ഗോത്രവർഗ്ഗക്കാരൻ്റെ അടുത്ത് പോലും ഒരാൾ അവൻ്റേതല്ലാത്തൊരു സാധനം പിടിച്ചു പറിക്കുന്ന പാവമല്ലേ? അവന് തെറ്റാണെന്ന് അറിഞ്ഞൂടെ? അത് അവന് 10 കൽപ്പന കിട്ടിയിട്ടാണോ? അല്ല, അത് നിയമം ഇല്ല അവന്. പക്ഷെ അവനൊരു പ്രകാശം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഒരു ചോദ്യം ഉണ്ടെങ്കിൽ ഏത് ചോദ്യം എന്നറിയാമോ? അതായത് സുവിശേഷം കേട്ടിട്ടില്ലാത്ത ആളുകൾ എങ്ങനെ വിധിക്കപ്പെടും? നമ്മൾ പറയുന്നു സുവിശേഷം വഴിയാണ് യേശു വിധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സുവിശേഷം കേട്ടിട്ടില്ലാത്തവർ എന്താ ഉത്തരം എന്നറിയാമോ? ഓരോരുത്തരും നൽകപ്പെട്ട പ്രകാശത്തിനനുസരിച്ച് അവർ വിധിക്കപ്പെടും. ഇനി അത് വളരെ സൂക്ഷിച്ച് കേൾക്കണം. നൽകപ്പെട്ട പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറയട്ടെ. അതായത് ചേട്ടനൊരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ പറയുകയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ്. ശ്രദ്ധിച്ചോണേ, എനിക്കൊരു നിയമവുമില്ല, ഞാൻ സുവിശേഷം കേട്ടിട്ടില്ല, എന്നോട് ക്ഷമിക്കുമോ?
അതായത് എന്നോട് ക്ഷമിക്കണം, എനിക്ക് നടുവേന എടുക്കുന്നത്. അതായത് ഇങ്ങോട്ട് നോക്കിയേ ചേട്ടാ, ഇങ്ങോട്ട് നോക്കിയേ, എന്നെ നോക്കൂ. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചേട്ടൻ സുവിശേഷം കേട്ടിട്ടില്ല. ഉദാഹരണത്തിനാണ്, ഉണ്ടെന്ന് പറഞ്ഞ് തർക്കിക്കരുത്. ഉദാഹരണമാണ്, ചേട്ടൻ സുവിശേഷം കേട്ടിട്ടില്ല. ഓക്കെ, ചേട്ടൻ സുവിശേഷം കേട്ടിട്ടില്ല, ചേട്ടൻ 10 കൽപ്പനകൾ അറിയത്തില്ല, ഒരു സ്കൂളിലും പോയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ചേട്ടൻ മരിച്ചു, ദൈവം എങ്ങനെ വിധിക്കും? എങ്ങനെ വിധിക്കുമെന്ന് ഞാൻ പറയാൻ പോവാണ്. ചേട്ടൻ്റെ കൂടെ ജീവിക്കുന്ന ഞാൻ, ചേട്ടൻ്റെ ഒരു സാധനം കട്ടെടുക്കുമ്പോൾ ചേട്ടൻ പറയാണ് അങ്ങനെ ചെയ്യരുത്, അത് തെറ്റാണ് എന്ന് ചേട്ടൻ വെച്ച ഒരു മാനദണ്ഡം ഉണ്ടല്ലോ. ശരിക്കും തെറ്റിനും ഒരു മാനദണ്ഡമില്ലേ? ചേട്ടൻ ചെയ്യുന്ന കാര്യത്തിലല്ല. ഇപ്പം ചേട്ടൻ കട്ടെടുക്കുമ്പോൾ ചേട്ടൻ വെച്ച മാനദണ്ഡമല്ല, വേറൊരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ശരിയാണ്, ഇത് തെറ്റാണ് എന്ന് പറയും. വേറൊരാൾ ചെയ്യുമ്പോൾ അതായിരിക്കും ദൈവം നിന്നെ വിധിക്കാൻ പോകുന്ന മാനദണ്ഡം. സുവിശേഷം കേട്ടവരുടെ കാര്യമല്ല. സുവിശേഷം കേട്ടവർക്ക് സുവിശേഷമാണ് മാനദണ്ഡം. യഹൂദന് നിയമമാണ് മാനദണ്ഡം. ഇനി ഇതൊന്നും കിട്ടാത്തവന് എന്താണ് മാനദണ്ഡം? അവന് കിട്ടിയൊരു പ്രകാശമുണ്ട്. എന്താ പ്രകാശം? വേറൊരാളൊരു കാര്യം ചെയ്തപ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് നീ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നീ വിധിക്കപ്പെട്ടു. പിടികിട്ടിയോ? അവനവന് നൽകപ്പെട്ട പ്രകാശം അനുസരിച്ച് അവൻ വിധിക്കപ്പെടും. നമ്മൾ ചെയ്യുന്ന കാര്യം വെച്ചിട്ടല്ല, വേറൊരാൾ. അതായത് നമ്മൾ പറയുകയാണ് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഇങ്ങനെയാണോ മാതാപിതാക്കന്മാരോട് സംസാരിക്കുന്നത് എന്ന് പിള്ളേരോട് പറഞ്ഞിട്ട് സ്വന്തം തന്തയോടും തള്ളയോടും പോയി കഴുത്തിന് പിടിക്കാൻ ചെല്ലുമ്പോൾ നിന്നെ അത് വെച്ചിട്ട് വിധിക്കും. അതാണ് നിനക്ക് കിട്ടിയ പ്രകാശം. പിടികിട്ടിയോ? പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ എനിക്ക് വലിയൊരു കസേര ഉണ്ടാക്കി തരണം. ഇത് നല്ല പൊക്ക, ഭയങ്കര വലിയ കസേര, പടിയൊക്കെ കയറി അങ്ങനെ മേളിൽ കയറി ഇരുന്നിട്ട് ഇനിയുള്ള കാലത്ത് എനിക്ക് അങ്ങനെയൊക്കെ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു 5 മിനിറ്റോടെ ഞാൻ ഇരിക്കും, 5 മിനിറ്റോടെ ഉള്ളൂ, അത് ഞാൻ ഇരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ഇതാണ് സംഭവം കേട്ടോ. കുറച്ചുകൂടെ അടുപ്പിച്ചോ, മൊത്തത്തിൽ കാണണ്ട ആളുകൾ. ഓക്കെ അത്രയും കണ്ടാൽ മതി. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയേ, അതായത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. നിയമബദ്ധരല്ലാതിരിക്കെ പാപം ചെയ്തവർ നിയമം കൂടാതെ വിധിക്കപ്പെടും. അടുത്ത വാക്യം വായിക്കേ. നിയമബദ്ധരായിരിക്കെ പാപം ചെയ്തവർ നിയമാനുസൃതം വിധിക്കപ്പെടും. കാരണം നിയമം ശ്രവിക്കുന്നവരല്ല ദൈവസമക്ഷം നീതിമാന്മാർ, നിയമാനുസരിക്കുന്നവരാണ് നീതീകരിക്കപ്പെടും. അത് യഹൂദനോട് പറയുകയാണ്. അത് വെച്ചിട്ട് നിയമം ലഭിച്ചിട്ടില്ലാത്ത വിജാതിയർ നിയമം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ സ്വാഭാവികമായി തന്നെ നിറവേറ്റുമ്പോൾ നിയമമില്ലെന്നിരിക്കലും അവർ തങ്ങൾക്ക് തന്നെ ഒരു നിയമമാവുകയാണ് ചെയ്യുന്നത്. നിയമത്തിൻ്റെ അനുശാസനം തങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ സ്പഷ്ടമാക്കുന്നു. അവരുടെ മനസാക്ഷി അതിന്. അപ്പോൾ മനസ്സിലായോ? സുവിശേഷം കേട്ടിട്ടില്ലാത്തവൻ, നിയമം കിട്ടിയിട്ടില്ലാത്തവൻ, സുവിശേഷം കേട്ടിട്ടില്ലാത്ത ക്രിസ്ത്യാനി, അല്ലെങ്കിൽ ക്രിസ്ത്യാനി അല്ലാത്തവൻ, യഹൂദൻ അല്ലാത്തവൻ, അവൻ എങ്ങനെ വിധിക്കപ്പെടും? ഒരു വാക്ക് പറഞ്ഞു, അവൻ്റെ മനസാക്ഷി. മനസാക്ഷി എന്ന് പറഞ്ഞാൽ അവന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളല്ല, വേറൊരാൾ ചെയ്യുമ്പോൾ അവൻ ശരിയും തെറ്റുമെന്ന് പറഞ്ഞൊരു മാനദണ്ഡമുണ്ട്. അതായിരിക്കും അവനെ വിധിക്കുന്ന മാനദണ്ഡം. മനസ്സിലാവുന്നുണ്ടോ? അതാണ് പറയുന്നത്. അപ്പോൾ അവരുടെ വൈരുദ്ധ്യമാർന്ന വിചാരങ്ങൾ അവരെ കുറ്റപ്പെടുത്തുകയോ ന്യായീകരിക്കുകയോ, വൈരുദ്ധ്യമാർന്ന, അതായത് ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരാളോട് ദേഷ്യപ്പെട്ട് ഇത്തിരി നേരം കഴിയുമ്പോൾ എന്നാ തോന്നും? ഓ വേണ്ടായിരുന്നു, ദേഷ്യപ്പെടണ്ടായിരുന്നു. പിന്നെ ഒരാളോട് ഇത്തിരി പുച്ഛത്തോടെ സംസാരിച്ചു, ഇത്തിരി നേരം കഴിയുമ്പോൾ എന്നാ തോന്നുകയാണ്? പുച്ഛത്തോടെ സംസാരിക്കണ്ടായിരുന്നു. അങ്ങനെ ഒരു മെസ്സേജ് അയക്കണ്ടായിരുന്നു. നമുക്ക് ആളുകൾ മെസ്സേജ് അയച്ചിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ ഡിലീറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതായത് നമ്മളെ തെറി വിളിച്ചാണ് ആദ്യത്തെ മെസ്സേജ്, ഡിലീറ്റഡ് മെസ്സേജ്. പിന്നെ ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി എന്നാണ് അത് അയക്കണ്ടായിരുന്നു എന്ന് തോന്നിയപ്പോൾ അവർ തന്നെ, പിന്നെ നമ്മൾ 2-3 ദിവസം കൂടുമ്പോഴേ മെസ്സേജ് നോക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ തെറിയൊന്നും കേൾക്കുന്നില്ല. അതായത് 2 മിനിറ്റ് കഴിയുമ്പോൾ അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട്. അല്ലെ നമ്മൾ ഒരാളോട് ഇത്തിരി ദേഷ്യപ്പെട്ട് സംസാരിച്ചു, 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തോന്നി ഓ വേണ്ട, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. വൈരുദ്ധ്യമാർന്ന വിചാരങ്ങൾ.
ആദ്യം തോന്നിയല്ല, ഇത്രയും കഴിയുമ്പോൾ അയ്യോ പറയണ്ടായിരുന്നു, ദേഷ്യപ്പെടണ്ടായിരുന്നു എന്ന് തോന്നുകയാണ്. പിടികിട്ടിയോ? പിടികിട്ടി. അപ്പോൾ അവരുടെ വൈരുദ്ധ്യമാർന്ന വിചാരങ്ങൾ അവരെ കുറ്റപ്പെടുത്തുകയോ ന്യായീകരിക്കുകയോ ചെയ്യും. ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം അനുസരിച്ച് ദൈവം യേശുക്രിസ്തു വഴി മനുഷ്യരുടെ രഹസ്യങ്ങൾ വിധിക്കുന്ന ദിവസം ഇതും വെളിവാകും. എല്ലാം വെളിവാകുന്ന ഒരു ദിവസം ഉണ്ട്. എല്ലാം വെളിവാകും. അപ്പോൾ അത് നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഒരു ദിവസം നമ്മളെല്ലാവരും നമ്മുടെ കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വരും. ഏറ്റവും വലിയ നാണക്കെടനായിരിക്കുമെന്നറിയാമോ? അന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എല്ലാ കാര്യങ്ങളും പ്രസിദ്ധമാക്കപ്പെടും. അയ്യോ, അന്നൊരു മാസ്ക് കിട്ടിയിരുന്നെങ്കിൽ, അന്നൊരു മുഖംമൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കും. കാരണം എന്താണ്? ഈശോ മിശിഹായി സ്തുതിയായിരിക്കട്ടെ എന്ന് അപ്പുറത്ത് നിന്ന് പറഞ്ഞവരെല്ലാം അമ്പടക്കള്ള എന്ന് നമ്മളെ നോക്കി പറയുന്ന ഒരു ദിവസം ഉണ്ടാവും. എല്ലാം പ്രസിദ്ധമാക്കപ്പെടും. ഏതൊക്കെ പാപങ്ങളാണെന്നറിയാമോ? ഒരാശ്വാസം ഞാൻ പറഞ്ഞുതരാം. പൂർണ്ണമായ അനുതാപത്തോടെ കുമ്പസാരിച്ച പാപങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം വിളിച്ചു പറയപ്പെടുന്ന ഒരു ദിവസം ഉണ്ടാവും. ഏത് പാപങ്ങളാണ് വിളിച്ച് പറയാത്ത? രക്ഷപ്പെട്ടു. എന്താണ്? അനുതാപത്തോടെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് മോചനം പ്രാപിച്ച പാപങ്ങൾ ഒഴിച്ച് ബാക്കി മറച്ചു വെച്ചതെല്ലാം വെളിപ്പെടുന്ന ഒരു ദിവസം ഉണ്ടാവും. ഇതുണ്ടാവും, ഒരു സംശയം വേണ്ട, യാതൊരു സംശയം വേണ്ട. 2024 മെയ് മാസം എത്രാം തീയതി? 11-ാം തീയതി ഇവിടെ കുത്തിയിരുന്ന് ഈ സുവിശേഷകൻ പറഞ്ഞത് അന്ന് നിങ്ങൾ ഓർക്കും, പറഞ്ഞ ഞാനും ഓർക്കും. മനസ്സിലായോ? അതായത് ഇതെല്ലാം വിളിച്ചു പറയപ്പെടുന്ന ഒരു ദിവസം ഉണ്ടാവും. രഹസ്യങ്ങൾ വെളിവാവുന്ന, ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം അനുസരിച്ച് യേശുക്രിസ്തു മനുഷ്യൻ്റെ രഹസ്യങ്ങൾ വെളിവാക്കുന്നൊരു ദിവസം ഇങ്ങനെ ഒരു വിധി ഉണ്ടാവും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇപ്പോൾ ഇന്ന് വചന പഠനം അവസാനിക്കുന്നു.